ഹായ് ഫ്രണ്ട്സ്, മൈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്നലെ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ T20 വേൾഡ് കപ്പിനെ കുറിച്ചുള്ളതാണ്. നമുക്കറിയാം, വളരെ ആകാംക്ഷയോടുകൂടി തന്നെയാണ് ഇന്നത്തെ കളി എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് കാണുവാനായിട്ട്. മഴയുടെ ഒരു തടസ്സം ഉണ്ടാകുമെന്ന് പറഞ്ഞെങ്കിൽ കൂടി മഴയെല്ലാം മാറി നിന്ന് നല്ല തിങ്ങി നിറഞ്ഞ കാണികൾക്ക് മുന്നിലായിരുന്നു മത്സരം ശ്രീലങ്കയിൽ നടന്നത്. പ്രേമദാസ സ്റ്റേഡിയത്തിലാണ് മത്സരം നടന്നത്. ഇന്ത്യയാണ് ആദ്യം ബാറ്റ് ചെയ്തത്. ഇന്ത്യയുടെ ബാറ്റിങ്ങിൽ ഇഷാൻ കിഷൻ്റെ കളിയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ കയ്യിലേക്ക് കളി എത്തിച്ചതെന്ന് പറയേണ്ടി വരും. കാരണം 27 പന്തിലാണ് ഇഷാൻ കിഷൻ 50 റൺ അടിച്ചത്. എല്ലാവരും അഭിഷേക് ശർമ്മയുടെ കളിയാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും വാർത്തകളൊക്കെ അഭിഷേക് ശർമ്മയെക്കുറിച്ചുള്ള വാർത്തകളായിരുന്നു കൂടുതലും പാകിസ്ഥാൻ കളിക്കാരായാലും ഒക്കെ പറഞ്ഞിരുന്നത്. എന്നാൽ അവരെല്ലാം ഞെട്ടിച്ചുകൊണ്ട് ഇഷാൻ കിഷൻ്റെ ഒരു ഇന്നിങ്സ്, വെറും 40 പന്തിൽ 77 റൺ എന്ന് പറയുന്ന അതിമനോഹരമായൊരു ഫയർ ഇന്നിങ്സാണ് ഇന്ത്യക്ക് മുൻതൂക്കം നൽകിയത്. മറ്റുള്ള ബാറ്റർമാരുടെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. സൂര്യകുമാർ യാദവ് 32 റണ്ണ്, ശിവൻ ദുബെ 27 റണ്ണ്, അതുപോലെ തിലക് വർമ്മ 23 റണ്ണ്. ഇങ്ങനെയായിരുന്നു ഇന്ത്യയുടെ സ്കോർ. വലിയ ബൗണ്ടറികളായതിൻ്റെ പേരിൽ സിക്സറുകൾ അടിക്കുക വളരെ പ്രയാസകരമായിരുന്നു. കാരണം ഉയർത്തിയടിക്കുന്നത് ചിലപ്പോൾ കറക്റ്റ് ബാറ്റുകൾ കിട്ടിയില്ല എങ്കിൽ ചിലപ്പോൾ ക്യാച്ച് ഔട്ട് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അത്ര ലോങ് ആയിരുന്ന ബൗണ്ടറി ആയിരുന്നു. എന്നാലും ഇന്ത്യ 20 ഓവറിൽ 176 റൺ എന്ന ഒരു മികച്ച ടോട്ടലാണ് പടുത്തുയർത്തിയത്. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ പാകിസ്ഥാൻ വിജയലക്ഷ്യത്തിന് വേണ്ടി 176 എന്ന വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ പാകിസ്ഥാന് മികച്ച ഒരു ഇന്നിങ്സ് കളിക്കാനായിട്ട് സാധിച്ചില്ല. ആദ്യ ഓവർ തന്നെ മേഡിങ് വിക്കറ്റായിട്ടാണ് നമ്മുടെ ഹാർദിക് പാണ്ഡ്യ വിക്കറ്റ് എടുത്തത്. അതൊരു ക്യാച്ചായിരുന്നു. പിന്നീട് വന്ന ജസ്പ്രീത് ബുംറയെ ഫസ്റ്റ് ബോളിൽ തന്നെ എഡ്ജ് ചെയ്തുകൊണ്ട് ഒരു സിക്സർ പോയെങ്കിൽ കൂടി ആ ആത്മവിശ്വാസത്തിൽ വീണ്ടും ബാറ്റ് ചെയ്യാൻ പോയ അദ്ദേഹത്തെ LBW കുരുക്കിക്കൊണ്ട് ബുംറ അപ്പോൾ തന്നെ ഇന്ത്യക്ക് വീണ്ടും ഒരു ബ്രേക്ക് ത്രൂ വീണ്ടും സമ്മാനിച്ചിരിക്കുന്നു. ആ ഓവറിൽ തന്നെ അവസാന പന്തിൽ വീണ്ടും ഒരു വിക്കറ്റ് നൽകി എടുത്തുകൊണ്ട് ബുംറ ഒരു ഓവറിൽ 2 വിക്കറ്റ് എടുത്ത് പാകിസ്ഥാനിൻ്റെ 3 വിക്കറ്റുകൾ അപ്പോൾ തന്നെ ഇന്ത്യ നേടിയിരുന്നു. അപ്പോൾ തന്നെ ഏകദേശം പാകിസ്ഥാൻ കളി കൈവിട്ടമായിരുന്നു. പിന്നെ ബാബർ അസമായിരുന്നു പിന്നീട് വന്നത്. ബാബർ അസം വലിയ കളികളൊന്നും കളിക്കാൻ പറ്റില്ല. അർഷർ പട്ടേലിൻ്റെ ഒരു മികച്ച പന്തിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റെമ്പ് ഇളവുകയായിരുന്നു. പാണ്ഡ്യ 2 വിക്കറ്റ് എടുത്തു, അതുപോലെ ബുംറ 2 വിക്കറ്റ് എടുത്തു, വരുൺ ചക്രവർത്തി 2 വിക്കറ്റ് എടുത്തു, തിലക് വർമ്മയും കുൽദീപ് യാദവും ഒക്കെ ഓരോ വിക്കറ്റ് എടുത്തു. അപ്പോൾ എന്തായാലും മികച്ചൊരു കളിയാണ് ഇന്ത്യ കാഴ്ചവെച്ചത്. കാരണം 61 റണ്ണിൻ്റെ വിജയമെങ്ങാണ്ടുമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. പോയിൻ്റ് ടേബിളിൽ ഇപ്പോൾ ഇന്ത്യ ശക്തമായി തന്നെ 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. ഇന്നലെ റൺ റേറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് 1-ാം സ്ഥാനമെങ്കിൽ ഇന്ന് പോയിൻ്റ് അടിസ്ഥാനത്തിൽ ഇന്ത്യ പോയിൻ്റ് ടേബിളിൽ 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. പിന്നെ ഒരു കാര്യം, പാകിസ്ഥാൻ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു. കാരണം UAE 2-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. എന്തായാലും ഒരുപാട് വെല്ലുവിളികൾ അതുപോലെയൊക്കെ സംസാരിച്ച രാഷ്ട്രീയപരമായിട്ടൊക്കെ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഈ മത്സരം നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും അതെല്ലാം തരണം ചെയ്തുകൊണ്ട് ഈ മത്സരം നടന്നു. അത് ഇന്ത്യ മികച്ച രീതിയിൽ വിജയിക്കുകയും ചെയ്തു എന്നുള്ളത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. എന്തായാലും മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരും എല്ലാവർക്കും ഗുഡ് ബൈ.